നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് വീണ്ടും കളം നിറയുകയാണ്. PV അൻവറിന്റെ ആരോപണങ്ങളിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് സ്വപ്നയുടെ പേരിലെടുത്ത അപകീർത്തി കേസ് എങ്ങും എത്താതെ നിൽക്കുന്നതിലെ നീരസം പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതിലാണ് പ്രതിഷേധം. പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല. സ്വപ്നയെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിലാണ് പാർട്ടിയിൽ അതൃപ്തി പുകയുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും 30 കോടി വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്. MV ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. CPM സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചു. റൂറൽ SP ആയിരുന്ന ഹേമലത, ACP രത്നകുമാർ, DYSP MP വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷിച്ചത്. വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു. സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇക്കാര്യത്തിൽ പ്രാഥമികമായ തെളിവ് ശേഖരണം പോലും നടന്നിട്ടില്ല. അന്വേഷണം എവിടെയും എത്താത്തത് കൊണ്ട് കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല. SP-യും DYSP-യും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറി പോവുകയും ചെയ്തു. പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനാകില്ല. പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന ആവശ്യം DGP-യോട് രേഖാമൂലം SP മാസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടെന്നാണ് വിവരം. ഫയലിൽ തീരുമാനമായില്ല. ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത്. സമാനമായ പല കേസുകളിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാണ് നടന്നത്. അപ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ പോലീസ് നീക്കം മന്ദഗതിയിലായത്. പോലീസിന്റെ താൽപര്യക്കുറവിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് തലതാഴ്ത്തി മടങ്ങിയെങ്കിലും MV ഗോവിന്ദനെ സന്ദർശിച്ചതിന് ശേഷം കൂടുതൽ ഊർജ്ജസ്വലനായി കാണപ്പെട്ട PV അൻവർ ചൂണ്ടിക്കാട്ടിയ ആഭ്യന്തര വകുപ്പിലെ കോക്കസാണോ ഈ കേസും അട്ടിമറിക്കുന്നതെന്ന സംശയം ഉയരുന്നുണ്ട്. സ്വപ്നയെ തൊട്ടാൽ പൊള്ളുമെന്ന തിരിച്ചറിവാണോ കേസിൽ അന്വേഷണം മുടങ്ങാൻ കാരണമെന്നും അറിയില്ല. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലും നിഴലിൽ നിർത്തുന്ന തരത്തിൽ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചതിന്റെ ഏറ്റവും സുവ്യക്തമായ തെളിവുണ്ടായിട്ടും അതിന്മേൽ ഉയർന്ന പരാതി വഴിയിൽ കിടക്കുന്നത് അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഔദ്യോഗിക വസതിയെയും വലിച്ചിഴച്ചതിനെതിരെയും സർക്കാർ കേസെടുത്തിട്ടില്ലെന്ന കാര്യം കൂടി ഇക്കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെയാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കാര്യങ്ങൾ എന്ന് മാത്രം ഇപ്പോൾ പറയാം.